സജൻ കൊള്ളായിരുന്നു കേട്ടോ. താങ്ക് യു. ഇതില് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പാടണ്ട. ആ വരി എന്താണെന്ന് പറയാം ആദ്യത്തെ. ചന്ദനമണി സന്ധികളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ദ്രുതതാളം. അവസാനം കുറെ എന്തൊന്നും ചീത്തവിളി പോലെയൊക്കെ തോന്നി. സത്യം ചേച്ചി ഒരേ ചിരിയായിരുന്നു. എന്തൊക്കെയാ പാടി ഒപ്പിച്ചു. നന്നായിരുന്നു. മോന്റെ ആരോഗ്യത്തിന്റെ ഒരു പ്രശ്നമാണ് സോങ്ങിൽ ഫുള്ളായിട്ട് കണ്ടത്. ഒരു ബ്രീതിങ് ഒത്തിരി വേണം ഈ പാടിന്. അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഉള്ളത്. മ്യൂസിക്കലി നന്നായിരുന്നു. പലയിടത്തും ലിറിക്ക് കേട്ടില്ല വെളിയിൽ, ഈ ശ്വാസം വരാത്തത് കാരണമേ. കറക്റ്റ് പോർഷനിൽ ബ്രത്ത് എടുത്തിരുന്നെങ്കിൽ അതെല്ലാം കറക്റ്റ് ആകുമായിരുന്നു. ഇതിന്റെ കൂടെ തന്നെ ഡാൻസ് കൂടെ ചെയ്തപ്പോഴത്തേക്ക് അതെല്ലാം കൺട്രോളിനപ്പുറമായി. എങ്കിലും ആ ഒരു ഇതിൽ നിന്നിട്ട് പാട്ട് പൂർത്തീകരിച്ചു. പൂർത്തീകരിച്ചത് ഇഷ്ടപ്പെട്ടു കേട്ടാ. ആരോഗ്യം ശ്രദ്ധിക്കുക. രീതിയിൽ എപ്പോഴും എന്താണ് പാട്ട് പാടുന്നതിന് മുമ്പ് അതൊക്കെ ശ്രദ്ധിക്കുക. ഇതിനുമുമ്പ് ഒത്തിരി വിളിച്ച് പാടി പ്രാക്ടീസ് ചെയ്യണ്ടായിരുന്നു. അതായിരിക്കും ഇപ്പോഴും നല്ല സ്ട്രെയിൻ ഉണ്ടായിരുന്നു പാട്ട് തുടങ്ങിയപ്പോഴേ. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കൊള്ളായിരുന്നു. സജന്റെ ഈ പാട്ട് സജന്റെ പറ്റിയൊരു പാട്ട് തന്നെയായിരുന്നു. എനിക്ക് പലയിടത്തും സജന്റെ ഈ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് സജനെ കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് സ്വന്തം പാട്ട് കേട്ട് ഇത്രയും രോമാഞ്ചം കയറുന്ന ഒരു മനുഷ്യൻ. പലയിടത്തും ഇങ്ങനെയായിരുന്നു. എനിക്ക് വയ്യ, എനിക്കൊന്ന് ഇത് പാടിക്കഴിഞ്ഞ് ഒന്ന് കുളിക്കണം. ആ മാതിരി കുളിര, ഇങ്ങനത്തെ ഒരു ചൂടുവെള്ളത്തിൽ ഒന്ന് കുളിക്കണം എന്നൊക്കെ തോന്നില്ലേ. പിന്നെ ഈ പലതും ഇങ്ങനെ കുലുക്കി എടുക്കായിരുന്നു സംഗതികളൊക്കെ. പക്ഷെ എന്തൊക്കെ ആയാലും അതിമനോഹരമായിരുന്നു. നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. കഴിഞ്ഞ ഇങ്ങനെ പാടിയ പല പ്രശ്നങ്ങളുണ്ടായ സജൻ ഈ ഒരു സ്റ്റേജിൽ ഇങ്ങനെ പാടുന്നത് തീർച്ചയായിട്ടും ഇമ്പ്രൂവ്മെന്റ് ലക്ഷണമാണ്. പിന്നെ ഈ അടുത്ത് സജൻ എന്തോ ഒരു ഹെഡ് ഇഞ്ചറി എന്തോ പറ്റിയിരുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് സജൻ ഇപ്പം ഇങ്ങനത്തെ ഒരു പാട്ട് എടുക്കാൻ കംഫർട്ടബിൾ ആയിരുന്നോ? സാർ, ഈ പാട്ട് പാടുന്ന പാട്ടായിരുന്നു. ഇത് തട്ടിയതിനു ശേഷം ഇച്ചിരി സ്ട്രെയിൻ ഉണ്ടായിരുന്നു. നോർമലായോ? സജൻ, നമ്മൾ രണ്ടുപേരും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അതൊന്നും സീരിയസ് ആവണ്ട. അല്ല, അതൊന്നും സീരിയസ് ആയിട്ട് എടുക്കണ്ട. സ്വന്തം ചേട്ടന്മാരായിട്ട് കണക്കാതിരുന്നാ മതി. എന്തായാലും സജിന്റെ പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ പ്രാവശ്യം. പക്ഷെ പലയിടത്തും ഇങ്ങനെ പെർഫോമൻസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു കൂടുതലാവുമായിരുന്നു, കുറച്ചും കൂടി ആവുമായിരുന്നു. ഒരേ സ്റ്റെപ്സ് കുറച്ച് റിപ്പറ്റീഷൻ വന്നു. അല്ലാതെ പലയിടത്തും ഐഡിയലായിട്ട് നിൽക്കുന്ന ഒരു ഫീൽ വന്നു. ഇത്രയും ഒരു സെലിബ്രേഷൻ, ഒരു നോയ്സ് പാക്ഡ് ആയിട്ടുള്ള ഒരു പാട്ടിൽ കുറച്ചും കൂടിയും ക്രൗഡുമായിട്ട് ഇന്ററാക്ട് ചെയ്യാം. ഫാസ്റ്റ് സോങ്ങിൽ പാടുന്നത് കൂടുതലും ഫാസ്റ്റ് സോങ്ങിലാണ് നമ്മൾ പെർഫോമൻസ് എക്സ്പെക്ട് ചെയ്യുന്നത്. അത് ഇപ്പോഴും ആ ഒരു ഫോർമുല ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്യേണ്ട ഒരു ആവശ്യം തോന്നുന്നുണ്ട് സജന്റെ പെർഫോമൻസിൽ. അന്ന് എലിമെന്റ്സ് എല്ലാം ഉണ്ട്, അതിനെ ശരിക്കും ബാലൻസ് ചെയ്യേണ്ട ഒരു ആവശ്യം ഇപ്പോഴും ഉണ്ട്. എനിക്ക് ലിറിക്സ് സോൾവ് ചെയ്ത ഒരു പ്രശ്നം തോന്നി. മൊത്തം ഒരു കൺഫ്യൂഷനായിട്ട് അത് ചിരിച്ചു കളഞ്ഞെങ്കിലും കുഴപ്പമില്ല. പക്ഷെ കഴിയുന്നതും അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ക്ലിയർ ആയിട്ട് ഈ പാട്ട് ശരിക്കും പാടിയിരിക്കുന്നത് ശ്രീകുട്ടൻ ചേട്ടനാണ് അല്ലെ. ശ്രീകുട്ടൻ ചേട്ടൻ ഈ പാട്ട് പാടുമ്പം ഓരോ വാക്ക് നമുക്ക് എണ്ണിപ്പെറുക്കിയെടുക്കാം. അത്രയും ക്ലാരിറ്റി ഉണ്ട്. ആ ഒരു ക്ലാരിറ്റി സജൻ പാടുന്ന സമയത്ത് ഡെവലപ്പ് ചെയ്യാൻ കിടക്കുന്നുണ്ട്. ലിറിക്സ് ക്ലാരിറ്റി, പിന്നെ പാടുന്ന സംഗതികളല്ലാതെ ഇപ്പൊ സംഗതികളിലൊരു സ്പെഷ്യലിസ്റ്റ് ആണ് സജൻ. മുമ്പേ നമ്മൾ അതിന്റെ പേരിൽ നമ്മൾ തമ്മിൽ തല്ലുവരെ ഇടി വീണിട്ടുള്ളതാണ്. അതുകൊണ്ട് സംഗതിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് സജനെ അങ്ങോട്ട് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അല്ലാതെ വരുന്ന കുറച്ച് പാട്ടിന്റെ ബേസിക് നോട്ട്സിൽ തന്നെ ഇനിയും ക്ലാരിറ്റി വേണം. ക്ലാരിറ്റി കുറവാണ്. അത് ശരിക്കും നോക്കിയിട്ട് ആ ഉള്ള നോട്ട്സ് ക്ലിയർ ആയിട്ട് മനസ്സിലാവണം. പിന്നെ എനിക്ക് ഫസ്റ്റ് പല്ലവിയിൽ തന്നെ അത് ഒന്ന് ശ്രുതി തരൂ. ആ സാ പലയിടത്തും ഔട്ടായിട്ടാണ് പോയത്. ഫസ്റ്റ് പല്ലവി അത് പലയിടത്തും റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ പ്രശ്നം. അങ്ങനെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ പലയിടത്തും നോട്ട്സ്
കുറച്ച് മാറിപ്പോയിട്ടുണ്ട്. ഇനി നോ പ്രോബ്ലം. ഇത് വളരെ ഒരു ചലഞ്ചിങ് സോങ് ആണ്. ഞാൻ നേരത്തെ പല കണ്ടസ്റ്റൻസ് പറഞ്ഞിരിക്കുന്ന മാതിരി തന്നെ ഇത് റൗണ്ട് അടിപൊളിയും സെലിബ്രേഷനും ആണെങ്കിലും ഇത്രയും നല്ല സെലക്ഷൻസ് ആയിട്ട് വന്ന് ചലഞ്ചിങ് ആയിട്ട് ചെയ്യുന്നതിന് വൺസ് മോർ ഐ റിയലി അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്. സജിൻ ചേച്ചി, സജിനെ പാടാൻ നല്ല സ്കോപ്പുള്ളൊരു പാട്ട് തന്നെ സജിൻ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നു. അപ്പൊ ഒരുപാട് സംഗതി പാടിയെന്ന് ആർക്കും ഒന്നും പറയാൻ പറ്റില്ലല്ലോ, പാട്ടിൽ തന്നെ ഒരുപാടുണ്ടല്ലോ അല്ലേ? വഴക്ക് കിട്ടാണ്ടിരിക്കാൻ ചെയ്തതാണോ? ഇല്ല, അങ്ങനെയല്ല. ഒരുപാട് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. ഇതിനകത്ത് നന്നായിട്ട് പാടി. ഒരുപാട് സ്ഥലത്ത് ഫസ്റ്റ് പല്ലവിയിലൊക്കെ സംഗതി നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഒരുപാട് സ്ഥലത്ത് സ്ലിപ്പ് ചെയ്തും പോയിട്ടുണ്ട്. നമുക്ക് ആ ഒറിജിനൽ വേർഷൻ മനസ്സിലിങ്ങനെ കിടക്കുമ്പോൾ അതിന് ഒരുപാട് നമുക്ക് മിസ് ചെയ്തതായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. പറയുകയാണെങ്കിൽ ആദ്യം ശ്ലോകം പാടിയില്ലേ, വന്ദേഹം, അവിടെ ശ്രുതി ചേരായും ഒരുപാട് എന്നുള്ള പിടിക്കുന്ന ഒരൊറ്റ സ്ഥലവും സ്റ്റഡി അല്ലായിരുന്നു. ദ്രുതതാളം ദീപൊക്കെ പറഞ്ഞു, ദ്രുതതാളം എന്ന് പറഞ്ഞാൽ അതൊക്കെ ഞാനും എഴുതിയിട്ടുണ്ട്. പിന്നെ വേർഡ്സ് ക്ലാരിറ്റി വന്നേ പറ്റൂ. ഒരുപാട് സ്ഥലത്ത് ഇപ്പോൾ സ്പീഡായിട്ട് വരുന്ന പോർഷൻ അല്ലാത്ത പോർഷനിലും പറയുന്ന തെളിച്ച് നല്ല ക്ലാരിറ്റി ആയിട്ട് വരുന്നില്ല. അതിപ്പോൾ ഒറിജിനൽ കേട്ടാൽ നമുക്കത് എഴുതിയെടുക്കാൻ പറ്റും. ശ്രീകുമാർ സാർ പാടിയിരിക്കുന്നത് ജസ്റ്റ് കേട്ടാൽ നമുക്ക് സ്പീഡിൽ എഴുതിയെടുക്കാൻ പറ്റില്ലേ? അപ്പം അത്രയും അതുപോലെ എഴുതിയെടുക്കാൻ പറ്റണം. ഇപ്പം നിങ്ങളൊക്കെ അത് കേട്ടല്ലേ പഠിച്ചേ? അപ്പം അത്രയും ഒരു ക്ലാരിറ്റി തീർച്ചയായിട്ടും വരണം. പിന്നെ ദൂതുപോയ ഹംസമായി എന്നൊരു സ്ഥലം വരുന്നുണ്ട്. അവിടെ നിന്ന് ഒരു ഗ്രിപ്പില്ലാണ്ട് അങ്ങ് ഓടാനൊരു ടെൻഡൻസി തോന്നിയിരുന്നു. ശ്വാസം മുട്ടൽ ഫീൽ ചെയ്തിരുന്നു. പിന്നെ ആ ഒരു ഫസ്റ്റ് ചരണത്തിന്റെ എൻ്റെ ഒരു ആലാപ്പ് പോയി വന്നില്ലേ, അത് നല്ല രസമുണ്ടായിരുന്നു പാടിയത്. പിന്നെ ആ ഇടയ്ക്കത്തെ ഒരു പല്ലവി കുറച്ചൊരു ബെറ്റർ ആക്കാമായിരുന്നു എന്ന് തോന്നി എനിക്ക്. മെയിനായിട്ട് പിന്നെ രണ്ടാമത്തെ ചരണത്തിനകത്തൊരു സെക്കൻഡ് ലൈനിലൊരു സംഗതി പാടി വന്നു. അതും കുറച്ച് സ്പീഡ് കൂടിപ്പോയി. അതിന് ആവശ്യമുള്ള സ്പീഡിലും കൂടുതലായിരുന്നു കേട്ടോ. ഇത്രയും ഞാൻ എഴുതിയിട്ടുള്ളൂ. ഇത്രയും അവസാനം ഒരു ആലാപ്പ് പാടിയില്ല, അവിടെയും ശ്രുതിയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു. മെയിനായിട്ടും പാടുന്നതിന് മുമ്പ് നല്ലോണം ശ്രുതി പിടിച്ചിട്ട് പാടേണ്ടിയിരുന്നു. അതാണ് ആ ഒരു ബേസിക് നമുക്ക് ചേരേണ്ട സാ എന്നുള്ള നോട്ട് തന്നെ ചേരേണ്ട നിൽക്കുകയായിരുന്നു ഒന്ന് സജിന് കേട്ടോ. ബാക്കി അതാ മെയിനായിട്ടുള്ള പ്രോബ്ലം, അതാണ്. അതൊരു വലിയ പ്രോബ്ലമാണ്. ബേസിക് നമ്മുടെ ടോണിക് സാ ആദ്യം പിടിക്കുന്ന നോട്ട് ബേസിക് ശ്രുതി ചേർന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് പാട്ടിന്റെ മൊത്തം പോയി എന്നുള്ളത് പോലെയാണ്. അപ്പൊ അത് എപ്പോഴും പാടുന്നതിന് മുമ്പ് ശ്രുതി പിടിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ പാട്ട് തുടങ്ങുന്നതിന് മുമ്പ് അവര് കോഡ്സ് തരുമല്ലേ, എന്നിട്ടേ തുടങ്ങാവൂ. നല്ലോണം തലയിൽ കയറണം ശ്രുതി, അല്ലെങ്കിൽ പാട്ട് മൊത്തം നമ്മൾ എന്ത് പാടിയാലും അത് ചേരാതായിപ്പോ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. സജിൻ അടിച്ചു പൊളിച്ചല്ലോ. സജിന്റെ മറ്റേ ഇഞ്ചുറിയുടെ കാര്യം ഇപ്പൊ പറഞ്ഞു. അതൊക്കെ വെച്ചിട്ട് തന്നെ ഡോക്ടർ ബെഡ് റെസ്റ്റ് അഡ്വൈസ് ചെയ്തിരിക്കുന്ന സമയമാണല്ലേ, അതൊക്കെ വെച്ചിട്ട് തന്നെ ഇങ്ങനെ പെർഫോം ചെയ്തല്ലോ. അപ്പൊ വെരി നൈസ്. അത് മാത്രല്ല, ഇത്രയും സപ്പോർട്ട് ചെയ്യണ ഫ്രണ്ട്സ് എവിടെയെങ്കിലും കിട്ടുമോ? അതൊരിക്കലും ഇല്ല. സജിന്റെ പെർഫോമൻസിൽ എന്തെങ്കിലും കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവിടെ എല്ലാരും കൂടി നികത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോ സജിന് ഈ പെർഫോമൻസിന് എത്ര മാർക്ക് കിട്ടി നമുക്ക് ചോദിക്കാം. ആദ്യം ജാസിയേട്ടാ, ഔട്ട് ഓഫ് 30. സജിന് 24. 24 ഔട്ട് ഓഫ് 30. ദീപകേട്ടാ 24. 24 again. ചേച്ചി ഔട്ട് ഓഫ് 40. 33 ഔട്ട് ഓഫ് 40. സജിന്റെ മലയാളം ഫാസ്റ്റ് സോങ് റൗണ്ടിൽ ജഡ്ജസ് നൽകിയിരിക്കുന്നത് 81 മാർക്സ്. അപ്പോ എനിവേസ് എല്ലാരും സജിന്റെ പെർഫോമൻസ് കണ്ടു. ഇഫ് യു ലൈക്ഡ് ഇറ്റ്, പ്ലീസ് ഡു SMS ഫോർ ഹിം. SMS ചെയ്യേണ്ട ഫോർമാറ്റ് 2CR space Sajin SAJIN.